ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ജിയോയാണ്. ജിയോൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വളരെ ഷോർട്ട് നോട്ടീസിലാണ് എനിക്ക് വിബ്ജിയോർ ഇവന്റ്സ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തു തന്നത്. വന്ന ഗസ്റ്റും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫാമിലി. ഇറ്റ് വാസ് എ വെരി പേഴ്സണൽ ഫാമിലി ഫംഗ്ഷൻ. അവരെല്ലാവരും ഹാപ്പിയാണ്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ കുഡ് മേക്ക് ദം ഹാപ്പി because of them. Thanks to Vibjior Events and I wish you guys all the very best. ഹായ് ജിയോ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം. ജിയോ, നമ്മൾ ഈ സ്ഥാപനം എവിടെയാണ് ശരിക്കും? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വടുതല ഡോൺ ബോസ്കോവിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. പുഷ്പക റോഡ് എന്ന് പറയും. പുഷ്പക റോഡ്. അതെ. ഈ നമ്മളെ ഈവൻറ്റ്സ് കമ്പനിയുടെ പേരെന്താ? വിബ്ജിയോർ ഇവൻറ്റ്സ്. വിബ്ജിയോ. അതെ. എന്താണ് ഈ വിബ്ജിയോ എന്നുള്ള പേരിടാൻ കാര്യം എന്താ? വിബ്ജിയോ എന്ന് പറഞ്ഞാൽ ചേട്ടനായിട്ട് കണ്ടുപിടിച്ചൊരു പേരാണ്. ജിയോ എന്ന് പേരും അല്ലേ? അതെ. അതും കൂടി ഒരു മാച്ച് ചെയ്ത് പോകാൻ വേണ്ടി അല്ലേ? അല്ല, ചേട്ടനായിട്ട് നിറങ്ങളാണല്ലോ, പല മഴവില്ലിൻ്റെ ഇതാണല്ലോ. അതെ അതെ. അപ്പോൾ നമ്മുടെ കൂടുതലും വർക്കുകളും അങ്ങനെയല്ല, പല പല കളർ തീമാണല്ലോ കൂടുതലും വന്നത്. ബേസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. നമ്മൾ ഈ ഈവൻറ്റ്സ് കമ്പനിയിലുള്ള എന്തൊക്കെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെഡ്ഡിങ്സും അതല്ലാണ്ട് എൻ്റർടൈൻമെൻറ്റ്, ബർത്ത്ഡേ, ബാപ്റ്റിസം, എല്ലാ ടൈപ്പും ഈവൻറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട് മൊത്തത്തിൽ. നമുക്കത് ഒരു ക്ലയൻറ്റ് ഇപ്പോൾ എന്താണ് ആവശ്യപ്പെടണം അതനുസരിച്ച് കസ്റ്റം ചെയ്ത് കൊടുക്കും. താല്പര്യം അനുസരിച്ച് നമുക്ക് എന്താണ് വേണ്ടത്, അതിപ്പോൾ അവരൊരു തീം തന്നെയാണെങ്കിൽ ആ തീം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പം ചിലത് ഇപ്പോൾ പുതിയ ഡിസൈൻ ആയിരിക്കും, അപ്പോൾ അത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് ചിലവർ ചോദിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇതിപ്പം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണെങ്കിലും അല്ലാതെയുള്ള അതെ അതെ. അതിപ്പോ ഓരോ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതലും ഇപ്പൊ ഫ്രഷ് ഫ്ലവർ വേണ്ട ഒരു ഫ്രഷ് ഫ്ലവർ ചെയ്യും. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ അങ്ങനെ. ഇപ്പൊ ചിലവർക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യണമെന്ന് പറയും. അപ്പൊ ആ ടൈപ്പില് അത് ഓരോ കസ്റ്റമറിന്റെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ അത് മേക്ക് ചെയ്യണത്. അത് നമ്മൾ ഇപ്പം ഫുഡും ചെയ്യാറുണ്ടോ? ഫുഡ് ചെയ്യാറുണ്ട്. ആണല്ലേ? ഫുഡ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു 4 ടീംസ് ഉണ്ട്, റെഫർ ചെയ്യും. അതായത് നമ്മൾക്ക് നമ്മുടെ അടുത്ത് കസ്റ്റമർ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ആണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ എത്ര വർഷമായി ഇപ്പം നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്? കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 കൊല്ലമായി. 8 കൊല്ലം. അതായത് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം നമുക്കൊരു താല്പര്യം ഉണ്ടായി ഈവൻ ഫീൽഡിലോട്ട്. പിന്നെ നമ്മുടെ ചേട്ടനുള്ള ഒരു താല്പര്യം കൂടുതലായിരുന്നു. ചേട്ടൻ വഴിയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. പിന്നെ ഞാൻ കുറച്ചാൾ ഈവൻസിലായിരുന്നു. 2-3 ഈവൻസിൽ പ്രൊഡക്ഷനിലായി വർക്ക് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ടൊരു ഈവന്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം. അതിപ്പോ 8 വർഷമായിട്ട് നമ്മളത് നിലനിർത്തി കൊണ്ടുപോകണം. ഇപ്പം ആരൊക്കെയാണ് കൂടെയുള്ള ബ്രദേഴ്സ്? സിസ്റ്ററും ഉണ്ട് കൂടെ. അതല്ലാണ്ട് നമുക്കൊരു 6 സ്റ്റാഫ് ഉണ്ട്. അതായത് നിങ്ങളൊരു കുടുംബപരമായിട്ടാണ് നമ്മളൊരു ബിസിനസ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ 8 വർഷമായിട്ട് നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഈ 8 വർഷത്തില് നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കണം. ഓരോ സ്റ്റേജിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. നമ്മളിപ്പോ ഒരു ലെവലിൽ എത്തിയെന്നല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അതിലും ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ന്യൂജൻ കാലഘട്ടം ഇതെന്ന് പറഞ്ഞാൽ ഈവൻസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് അനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കണേണ്. അതിപ്പോ കസ്റ്റമേഴ്സും പുതിയ പുതിയ ട്രെൻഡ് അന്വേഷിച്ചായിരിക്കും നമ്മുടെ അടുത്തോട്ട് വന്നത്. അപ്പൊ നമ്മൾ ട്രെൻഡിന്റെ പുറകെയാണ് നമ്മുടെ ഈ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ പോണത്. അല്ലാണ്ട് നമ്മളിതൊരു ഇപ്പൊ ഇന്നിറക്കിയ ഡിസൈൻ ആയിരിക്കൂല നാളെ ആൾക്കാർക്ക് വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ പുതിയ പുതിയ ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നനുസരിച്ചിരിക്കും ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഈ കോമ്പറ്റീഷൻ ഫീൽഡില് ജിയോ എങ്ങനെ? കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്കും അതിനനുസരിച്ച് പണിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു. കോമ്പറ്റീഷൻ വേണം ശരിക്കും പറഞ്ഞാൽ. നമ്മളെക്കാട്ടിയും കൂടുതൽ ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിലും വലുതായിട്ട് ചെയ്യാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ കൂടുതൽ അപ്പം
അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ മത്സരിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കും അതൊരു മത്സരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയൊരു ന്യൂജൻ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയത്, ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഒരു കാര്യം അതാണ്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെ നിന്ന് ചൈനയിൽ നിന്നാണ് നമ്മൾ ചൈനയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ സാധനങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് ഏതാണ് പുതിയ ട്രെൻഡ് വന്നേക്കണെന്ന് കണ്ട് അത് പർച്ചേസ് ചെയ്ത്. ബാർ കൗണ്ടർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതെന്താണ് അതിന്റെ ഒരു രീതി എന്താണ്? അതായത് നമുക്കിപ്പോ ഒരു ബാർ സർവീസ് എവിടെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. A to Z എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമുക്കിപ്പോ ഒരു കസ്റ്റമർ, അപ്പൊ ആ കസ്റ്റമർ പറയണത് നമുക്കൊരു ബാർ കൗണ്ടർ എന്ന് പറയുമ്പോൾ അറിയാലോ ഓൾറെഡി വേണ്ടെന്നുള്ളത്. ഇപ്പൊ അവരുടെ മെനു പറയും ഇതൊക്കെയാണ് ഐറ്റംസ്, അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഗ്ലാസ്, അതായത് അതിന് വേണ്ട എല്ലാ ഐറ്റംസും, അതായത് ഒരു ബാറിൽ എന്തൊക്കെയാണോ ഫുൾ സെറ്റ് നമ്മുടെ അടുത്തുണ്ട്. അതായത് അവരൊന്നും അറിയണ്ട, അവർക്ക് വേണ്ട ലിക്കർ മാത്രം നമ്മളെ ഏൽപ്പിച്ചാൽ മതി, ബാക്കി അതിന് വേണ്ട സർവീസ് ചെയ്യാനുള്ള അടക്കം കൗണ്ടർ അടക്കം നമുക്ക് അവൈലബിൾ ആണ്. ആണല്ലേ? അത് ഞാൻ ഇപ്പോൾ ജിയോട് സംസാരിക്കുമ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. സാധാരണ ബാറിൽ പോയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്യണത് ആദ്യമായിട്ട്. കൂടുതലും എല്ലാവർക്കും ഇപ്പൊ ഒരു ബാച്ചിലേഴ്സ് പാർട്ടി, കല്യാണത്തിന് മുമ്പ് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ, ചെറിയ ഈവെന്റ്സ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇവന്റിന്, അതിനൊക്കെ കൂടുതലും ബാർ കൗണ്ടർ ചോദിക്കാറുണ്ട്. അപ്പോൾ ബാർ കൗണ്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനുള്ളൊരു ടീം തന്നെ ഉണ്ട്. ഡ്രീം മീഡിയൻ്റെ പ്രേക്ഷകർക്ക്, ഡ്രീം മീഡിയ മാത്രമല്ല കേട്ടോ, നമ്മൾ കാണുന്ന എല്ലാവർക്കും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ജിയോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അടിച്ചു പൊളിക്കാം. അതുപോലെ തന്നെ ഇപ്പം ബാറിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ എന്തൊക്കെയാണുള്ളത് ഇവിടെ? നമുക്ക് ഡാൻസ് ടീമാണെങ്കിലും, അതായത് ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം, അതിന് വേണ്ട എന്തൊക്കെയാണ് എൻക്വയറീസ് കൂടുതലും അതിനനുസരിച്ച്, അതായത് ഒരു മജീഷ്യൻ വേണം, അതായത് ഓരോരുത്തർ കസ്റ്റമറിന് എന്ത് വേണം അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും, മ്യൂസിക്കൽ ടീമാണ്, അല്ലെങ്കിൽ DJs ആണ്, ആങ്കറിങ്, ഹോസ്റ്റിംഗ് ഗേൾസ്, അങ്ങനെ നമ്മുടെ ഈ ഈവെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാറ്റഗറിയിലും നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മള് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വന്ന് സ്വീകരിച്ച് ഡാൻസ് ചെയ്ത് ഇപ്പൊ പുതിയ ട്രെൻഡ് ശരിക്കും പറഞ്ഞാൽ ന്യൂജൻ രീതിയിൽ തന്നെ നമുക്കൊരു വെൽക്കം ചെയ്യാനുണ്ട്. അതെ. അപ്പം ആ കാര്യങ്ങളും, അതുകൂടാതെ ഇപ്പൊ നമ്മളൊരു കല്യാണ ഫംഗ്ഷൻ മാത്രമല്ല, ഏത് ഈവെന്റ്സ് നമ്മൾ ചെയ്യും അല്ലേ? അപ്പൊ ഏത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഈവെന്റ്സ് ഉണ്ട് അല്ലേ? അത് നമ്മൾ എറണാകുളത്ത് മാത്രമുള്ള അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ പോകാറുണ്ട്. നമ്മൾ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ ഇപ്പൊ നല്ല വർക്ക് തന്നെയാണെങ്കിൽ നമ്മൾ പോയി ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം എത്ര ഓർഡർ വരെ നമുക്ക് പിടിക്കാൻ പറ്റും? മാക്സിമം നമുക്ക് ഒരു 6 വർക്ക് വരെ നമുക്ക് ഒറ്റ ടൈമിൽ ഒറ്റ ഡേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ടീംസ് ഉണ്ട് അല്ലേ? അതിൽ നമുക്ക് നമ്മുടെ വർക്കിംഗ് സ്റ്റാഫും അതല്ലാണ്ട് നമുക്കിപ്പോ വർക്ക് കൂടുതലനുസരിച്ച് നമ്മൾ പുറത്തുനിന്നുള്ള ലേബേഴ്സിനെ വിളിക്കാറുണ്ട്. അത് നമ്മൾ ഈ ഒരു ടൈമിനാണല്ലോ നമുക്കൊരു വർക്ക് വരുന്നത്. സീസണിലായിരിക്കും നമുക്ക് കൂടുതലും വർക്ക്. നമുക്ക് ഓഫ് സീസൺ ഉണ്ട് വർക്കിന്റെ ഇടയിൽ. അപ്പൊ നമുക്ക് ഓഫ് സീസൺ വന്നാലും നമുക്ക് അത്യാവശ്യം അതിന് പറ്റിയ വർക്കുകൾ ആ സീസണിലുള്ളത് നമുക്ക് ചെയ്തു പോകാറുണ്ട്. എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇത്ര ഡെവലപ്പ് ആയി 8 വർഷമായിട്ട് നമ്മൾ പിടിച്ചു പോകുന്നത് അല്ലേ? അതുപോലെ തന്നെ ജിയോ, ഇപ്പൊ നമ്മള് ഈ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമ്പോ ഓരോരോ നമ്മൾ പഴയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതികൾ? അതായത് നമ്മുടെ ഓരോ സീസൺ അനുസരിച്ച് ഓരോ ട്രെൻഡിനനുസരിച്ച് ഓരോ സാധനങ്ങൾ നമ്മൾ മേക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളത് കുറെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യും, അല്ലാണ്ട് നമ്മൾ ഇവിടെ ഇട്ട് മേക്ക് ചെയ്യാറുണ്ട്. വുഡിന്റെ ഐറ്റംസ് ആണെങ്കിലും മെറ്റൽ വർക്ക് ആണെങ്കിലും. അപ്പൊ അത് ചെയ്ത് നമ്മൾ അതിന്റെ ട്രെൻഡ് തീരാറാകുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് അത് മാറ്റും. അപ്പൊ തന്നെ അടുത്ത ട്രെൻഡ് വരും. അപ്പൊ പുതിയ സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിന്റെ ഒരു ഫാഷൻ മാറുന്ന പോലെ തന്നെ ഇതിന്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തന്നെയാണ് ജിയോ തന്നെയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതല്ലേ? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുകളൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലേ? ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അതെ. ഈ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് എത്രത്തോളം? അത്യാവശ്യം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്രണ്ടിനെ വിളിച്ചാലും നമുക്ക് ഓടി വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ട്. ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണല്ലോ. അതെ.
ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു സപ്പോർട്ട് എന്താണ്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല നമുക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ എല്ലാവരും തുടങ്ങുന്ന ആൾക്കാരുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അവരൊരു ഈവൻറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു 2 പേരോ അല്ലെങ്കിൽ 3 പേരോ അല്ലെങ്കിൽ ഒറ്റ ആയിക്കോട്ടെ അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവർക്ക് ഒറ്റയടിക്ക് പോയിട്ട് ഇത്തരം ഐറ്റംസ് ഒന്നും മേടിക്കാൻ ഒരാളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതൊരു താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവരുടെ ആവശ്യം അനുസരിച്ച് റെൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് അതൊരു സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സാധനം നമുക്ക് മേക്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ കയ്യിലില്ല, ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് വേണമെന്ന് ഒരു ക്ലൈൻ്റ് അല്ല നമ്മുടെ ഒരു ഇവൻറ്റില ഒരു ടീം ചോദിക്കണമെങ്കിൽ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാം, അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫീൽഡിൽ നമ്മളും അങ്ങനെ തന്നെയാണ് വളർന്നു വന്നത്. തീർച്ചയായിട്ടും അതായത് നമ്മൾക്കും ഇതേപോലെ തന്നെ ഐറ്റംസ് നമ്മൾ മേടിച്ച് വന്നതാണ്. അല്ലാണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ജിയോ വളർന്നു വന്ന രീതികളാണ് നമ്മളിപ്പോൾ വന്നേക്കുന്ന ന്യൂജൻ ആൾക്കാർക്കും കാണിച്ചു കൊടുക്കുന്നത് അല്ലേ? അതായത് അവർക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് ഒരു കസ്റ്റമർ ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ജിയോനെ സമീപിച്ചാൽ മതി. അതെ, നമ്മുടെ ടീമായിട്ട് വേണമെങ്കിൽ നമ്മൾ പോയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് റെന്റായിട്ട് മതി എന്നുണ്ടെങ്കിൽ റെന്റായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ അവരുടെ പേരിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാം അല്ലേ? അതെ അതെ അതെ, അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പൊ നമ്മളെ പോലെ ബാക്കിയുള്ളവർ നമ്മുടെ ഒരു പേര് വെച്ച് അവരുടെ പേരിൽ നമ്മുടെ സാധനങ്ങൾ കൊണ്ട് വെക്കാൻ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അവരുടെ ബ്രാൻഡ് ഒന്ന് വലുതാക്കണം, അവരുടെ പേരിൽ തന്നെ ചെയ്യണം. അപ്പൊ നമ്മളതിന് എന്തായാലും ഒരു സപ്പോർട്ടാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ പേര് മാത്രമായിട്ട് പോകണമെന്നല്ല, പുതിയതായിട്ട് വന്ന ആയിരിക്കും നമുക്കൊരു സപ്പോർട്ട് എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ഈവൻസ് എന്തെങ്കിലും കമ്പനിയുടെ കോർപ്പറേറ്റ് വർക്കുകളോ അതൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കല്യാണത്തിന് സ്റ്റേജ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാനതൊരു ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ. ഇതിൽ കൂടുതൽ എന്ത് വേണം നമ്മൾ? പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ ഒരു ചൈനയിൽ നമുക്കൊരു ഓഫീസ് തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള. അതിൻ്റെ ഒരു പഠിപ്പുഴയിലാണ്. ഇപ്പം നെക്സ്റ്റ് ഇയർ എന്തായാലും അവിടെ ഒരു ബിസിനസ് നമ്മുടെ ഒരു ഓഫീസായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. കൂടുതലും ഈവൻസുകാർക്ക് നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു സൗകര്യം നമ്മളായിട്ട് ചെയ്തു കൊടുക്കാൻ പറയണം. അപ്പൊ നമ്മൾ വഴിയാണെങ്കിൽ ഇപ്പൊ അവർക്ക് എന്ത് ഹെൽപ്പ്, ഇപ്പൊ ഇവിടെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണേലും നമുക്ക് ഇപ്പൊ ലാഭമായിട്ട് നമുക്ക് നേരിട്ട് ആ കസ്റ്റമറിന് നമുക്ക് അവരുടെ കൈ കൊടുക്കാം. അതെ അതെ. അപ്പം ഏതായാലും ജിയോ അപ്പോൾ ഇനിയും പുതിയ ഒരു ബ്രാഞ്ചുകളും ബിസിനസ്സിൽ ഒത്തിരി ഡെവലപ്മെന്റ്സ് ഉണ്ടാകട്ടെ. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. താങ്ക് യു.